കൊറേ സമയമായില്ലേ അവിടെ ഇരിക്കുന്നത്. ആ തിരുമ്പിയതൊക്കെ ഉണ്ട് മുറ്റത്ത്, അതൊക്കെ ഒന്ന് എടുത്തോണ്ടെന്ന് മടക്കി വെച്ചോളി. കുട്ടികളത് വേറെ, നിങ്ങളത് വേറെ ഒക്കെ ഒന്ന് വേറെ വേറെ മറക്കി വെച്ചൂടി. കുറേ സമയം ഇരിക്കുമ്പോളേ അതങ്ങോട്ട് പറയുമ്പോഴത്തേക്ക് കാല് കയറ്റി വെച്ച് കാല് ഉയ്യാൻ തുടങ്ങി. എന്താണെന്നാ ഒരു പണി എടുക്കരുത് കേട്ടോ. അനക്കങ്ങനെയൊക്കെ പറഞ്ഞാ മതി. ഞാൻ എന്തൊക്കെ പണിയെടുത്ത് നിൽക്കണേ. മീന് ഞാൻ മുറിച്ച് തന്നേ, ഇപ്പേരിക്ക് അരിഞ്ഞ് തന്നേ. ഞാനിവിടെ അടിച്ച് അരി തന്ന് ഈ തുടച്ചിക്കണ്. തിരുമ്പിയത് മുഴുവൻ എന്നെ കൊണ്ടല്ലേ ഈ ആറിടിപ്പിച്ചത് മുറ്റത്ത്. അത് മുഴുവൻ ഞാനല്ലേ ആറിയിട്ടത്. എന്നിട്ട് ഈ ഇവിടെ എന്തേനി പണിയെടുത്തിനത്? ആ അടുപ്പത്തേക്ക് ചോറിന് അരി ഞാൻ കൈയിട്ടെന്ന്. ഈ എന്താ കൂട്ടാൻ കലക്കി അടുപ്പത്തെച്ച് ആ ചോറും നൂറ്റിയതോ? അത് വെട്ടിത്തിളക്കണതോ? അതിനെ കൊണ്ട് എനിക്ക് കൂട്ടാൻ കഴിയൂല. ഇതല്ലേ ഇപ്പം ഈ എടുത്തത്. ഒന്നാകെ ഒന്ന് തുടച്ചും ചെയ്തിരിക്കുന്നു. ബാക്കി എല്ലാ പണി ഞാൻ അടുക്കളയിലെടുത്ത്. പുട്ട് ഞാൻ ഉണ്ടാക്കി, ചായ ഞാൻ ഈ വെയ്യാത്ത എന്നെ കൊണ്ട് ഈ തേങ്ങ വരെ ചെരണ്ടിപ്പിക്കൂലേ അല്ലേ? എൻ്റെ അമ്മനോട് എന്താ പറയല്? ഈ അമ്മ തേങ്ങ അരണ്ടേ നെഞ്ഞി പേത്തുള്ളതാണേന്ന്. ഈ വെയ്യാത്ത എന്നെ കൊണ്ട് ഈ തേങ്ങയും ചെരണ്ടിക്കും. പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. എൻ്റെ മക്കൾക്ക് ഇന്നെ വേണ്ട. മക്കളൊന്നും തിരിഞ്ഞു കൂടില്ല, വെന്നും നോക്കണില്ല. പെൺകുട്ടികളായാലും ഇടക്കിടക്കൊക്കെ അമ്മമാരൊക്കെ ഒന്ന് കൊണ്ടുപോയി താമസിപ്പിക്കും. അതും ചെയ്യണില്ല. പിന്നെപ്പോ ഈ പറയണവും കേട്ട് ഇവിടെ കുത്തിരിക്കന്നെ, അല്ലാതെ എന്ത് ചെയ്യാനാ? തിരുമ്പിയത് ഏതായാലും എനിക്ക് എടുക്കാൻ പോകാനാവൂല മോളെ. കാരണം എന്താണെന്നറിയോ? ആ അയലിൻ്റെ മോള് മുഴുവൻ എറുമ്പാ. ഈ എന്നെക്കാളും വിളവത്തിയാന്ന് എനിക്കറിയാം. ഞാൻ അന്നെക്കാളും വിളവത്തിയാ, അറിയോ എനിക്ക്? എന്നിട്ട് ആ എറുമ്പ് മുഴുവൻ എന്നെ കടിച്ച് മെഞ്ഞാന്ന് ഞാൻ തിരുമ്പിയത് എടുത്തതിനത്ര ഞാൻ ഇടങ്ങേറായിക്കിന്. വെള്ളം ചൂടാക്കി പിന്നെ ഞാൻ കുളിച്ചിക്കാം. എറുമ്പിനെ ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ചൊറി വരിക. എന്നെ കൊണ്ടാവൂലേ മോളെ, എന്നോട് പറയണ്ട. എൻ്റെ വെള്ളമൊക്കെ എനിക്ക് തിരിഞ്ഞിക്കണ്. വേണമെങ്കിൽ എടുത്താൽ അങ്ങോട്ട് ആറിട്ടൂട്. വെയ്യ കേട്ടോ. ഓള് പറയാം ഞാൻ ഒരു പണി എടുത്തിട്ടില്ല. ഞാൻ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് കോയമ്പ് എടുത്ത് കുത്തിരിക്കുകയോ എന്തേയൊന്നും മിണ്ടാത്ത എന്നെ നോക്കിയിട്ട്. ഞാൻ ആരോടും പറയണമെന്നില്ല പെണ്ണേ. എൻ്റെ മനസ്സിലെ വിഷമം ഞാൻ എന്നോടല്ലാതെ ആരോട് പറയാനാണ്? ഈ എന്നെ അറിഞ്ഞാൽ മതി. മക്കളാരും വന്നു നോക്കണില്ല, എന്തേ ഇമ്മാന്ന് ചോദിക്കാൻ ഒരാളും വരില്ല. ഞാനൊന്ന് വിളിച്ചാൽ വരെ ഓലിക്ക് പേടിയാ. ഞാൻ ഓലാടേക്ക് വന്നൂടോ എന്നുള്ള പേടിയാണ് ഓലിക്ക്. അത് സത്യമല്ല മോളെ. എവിടെയെങ്കിലും ടൂറ് പോകണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ടൂറ് പോവുകയാണ്. ഞാനും പറയും മക്കളെ, ഞാൻ കുട്ടികളൊക്കെ കൈ പിടിച്ചോളാം, ഞാനും വരട്ടേന്ന് ചോദിച്ചു ഞാൻ. അപ്പോൾ പറയാം പാടാണ്, മലമലൊക്കെ കയറാനാണ്. മലൻ്റെ മുകളിൽ കയറാൻ പിന്നെ ഇവര് ഇപ്പം തന്നെ കഷ്ടപ്പെട്ട് പോകണോ? മലൻ്റെ മുകളിലും കുന്നിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് ഓരോ അപകടം വരട്ടെ, അപ്പോഴേ അറിയുള്ളൂ. വേണ്ടാത്ത ഓരോരോ പണിക്ക് ഇറങ്ങാൻ നിൽക്കുന്നത്. മുണ്ടാണ്ട് അവിടെ കുത്തിരിച്ചാൽ മതി. ഉള്ള പൈസ കൈമേൽ ഒരു കൂട്ടി വെക്കുക, മലയും കുന്നും കയറുക, എന്നിട്ട് കൈ പൊട്ടുക, കാല് പൊട്ടുക, ഓരോ ഇടങ്ങാറായി തിരിച്ച് വരിക. അതിനൊക്കെ ഇറങ്ങാറ്. ഞാനൊന്ന് വരട്ടേന്ന് ചോദിച്ചാൽ എനിക്ക് ഒഴിവുണ്ടാവില്ല പൊരൻ്റെ അകത്ത്. ഈ എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. എന്നെ കൊണ്ടാവൂല തിരുമ്പിയത് എടുക്കാൻ. അപ്പം നിങ്ങൾക്ക് അതൊന്നും അറിഞ്ഞില്ലേ? നിങ്ങളെ മക്കളും മരക്കളും എല്ലാരും കൂടിയേ ടൂറ് പോയിക്കണേ. ഞാൻ വിചാരിച്ചു നിങ്ങൾ അറിഞ്ഞിക്കണേക്കുന്ന്. നിങ്ങൾ അതാണ് ഇന്ന് രാവിലെ ഒക്കെ ഇങ്ങനെ ഫോൺ ചെയ്യുന്നുണ്ടല്ലോ. അതെ ആരും എടുത്തില്ലേ ഫോണൊന്നും? എടുക്കൂല. ഓരോന്നും വിളിക്കാൻ വരൂല. ബമ്പത്തര ഇളക്കാനും നാവ് ഇത്രത്തോളം നിളക്കി പറയാനും ഭയങ്കര സുസ്കാന്തിയാ. നമ്മളമ്മനെ നല്ലോണം നോക്കണേ, നമ്മളമ്മക്ക് നല്ലോണം തിന്നാൻ കൊടുക്കണേ, അത് പറയാൻ ആരാ നിങ്ങളെ മക്കള്? ആണോ മോളെ? അതെപ്പം പോയി? സാരല്ലേ മോളെ, പോട്ടെ. ഞാൻ തിരുമ്പിയതൊക്കെ എടുത്തുകൊണ്ടുവരാം. എറുമ്പൊക്കെ വരികയാണെങ്കിൽ ഞാൻ ഒന്ന് കുളിച്ചോണ്ട് എന്ത് ചെയ്യാനാണ് മോളെ? ഞാൻ ഇന്ന് രാവിലെ ഒക്കെ വിളിച്ചിനി, ഫോണ് ബെല്ലടിഞ്ഞ് കട്ടാക്കി. അപ്പം ഞാനും വിചാരിച്ചു ഓലെന്തോ തിരക്കിലാണ് എനിക്കൊന്ന്. ആയിക്കോട്ടെ മോളെ, സാരല്ലേ, പോട്ടെ. ഈ സാൻഡളം കാച്ചോളൂ, ഞാൻ തിരുമ്പിയതൊക്കെ എടുത്തുകൊണ്ടുവരാം.